നാടകത്തിലാണെന്നൊരിക്കൽ നമ്മളെ വേറൊരു സമിതി സമയത്ത് നാടകം കളിക്കാൻ വരാഞ്ഞിട്ട് ഞങ്ങളവിടെ വേറൊരു സ്ഥലത്ത് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സംഘാടകർ വന്നിട്ട് ഏജൻറ്റും കൂടെ വന്ന് സെക്കൻഡ് കളിക്കുക അവിടുത്തെ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ആ സമിതി വന്നില്ല, നാടകം കളിക്കാൻ നടക്കുകയില്ല, അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വന്നൊന്ന് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു കളിയും കൂടെ കിട്ടിയതല്ലേ, എല്ലാവർക്കും അത് സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് മുടക്കി കെട്ടി ഈ സ്ഥലത്ത് കൊണ്ട് കാമ്പൗണ്ട് ചെയ്തപ്പോൾ അവിടെ എങ്ങും ആരും ഇല്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കസേരകൾ മറ്റു കാര്യങ്ങളൊക്കെ കാലൊടിഞ്ഞത്, കൈ ഒടിഞ്ഞത് അങ്ങോട്ട് ഇതായി കിടക്കുന്ന ഒരു വലിയ പ്രളയം നടന്ന പോലെയുള്ള ഒരവസ്ഥ കിടക്കുക. സ്റ്റേജിൻ്റെ ഓലക്കീറുകളൊക്കെ പൊളിഞ്ഞു പോയി ഇവിടെ കിടക്കുന്നു. ഞങ്ങളൊരു വലിയ അമ്പലത്തിൻ്റെ വലിയൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ ഗേറ്റും മതിലും എല്ലാം ഉണ്ട്, ചുറ്റോട് ചുറ്റുമുള്ളത്. ആ മതിലിനകത്തോട്ട് കയറി കഴിഞ്ഞ ഉടനെ ഇവർ ആ ഗേറ്റ് അടച്ച് കുറ്റിയിട്ടു ഇവിടെ നിന്ന്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പറയാം, അതേ നിങ്ങൾ നാടകക്കാരെല്ലാം ഒരു ഇതാണ്, മറ്റൊരു നാടകം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതാണ്, അവർ വന്നില്ല, അവർ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഞങ്ങളോട് പറയുക, അവിടെ ഒരു മനുഷ്യരും ഇല്ല. അപ്പോഴേ നമുക്ക് തോന്നി ഇത് പന്തികേടാണല്ലോ എന്ന് തോന്നി. ആളുകൾ ബഹളം ഉണ്ടാക്കിയോ തമ്മിൽ കസേര വലിച്ചെറിയോ ഒക്കെ ചെയ്ത് പിരിഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു, ഒരു ബന്ധവും ഇല്ലാത്തവർ. നമ്മളെല്ലാവരും ഒരു ടീമാണെന്നെല്ലാം വിചാരിച്ചിട്ട് എല്ലാവരും നിങ്ങളൊക്കെ നാടകക്കാർ തമ്മിലൊക്കെ ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അവരിവിടെ വരട്ടെ, വന്നിട്ട് നിങ്ങളെ വിടാവുന്നു. അങ്ങനെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ അത്ഭുതകരമായ രീതിയിലാണ് അവിടുന്ന് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പോകുന്നത്.